ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു ലിസ്റ്റിലേക്ക് മാർക്ക് എന്ന് പറയുന്ന ഒരു ലിസ്റ്റുണ്ട്. അതിനകത്ത് ഇപ്പോൾ എലമെൻസുകളൊന്നുമില്ല. ആ ലിസ്റ്റിൻ്റെ അകത്ത് എലമെൻസ് ഒന്നുമില്ല. ആ ലിസ്റ്റിലേക്ക് എങ്ങനെയാണ് എലമെൻറ്റ്സ് ആഡ് ചെയ്യുന്നതെന്നുള്ളതാണ്. നമുക്ക് ആദ്യം ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഉണ്ടോ? എൻ്റർ വാല്യൂ. ആ ലിസ്റ്റിലുള്ള ആദ്യത്തെ വാല്യൂ നമ്മൾ എൻ്റർ ചെയ്യണം. 10 എന്ന് എൻ്റർ ചെയ്തു, എൻ്റർ 10. അടുത്ത വാല്യൂ എൻ്റർ ചെയ്യണം, 3 എന്ന് എൻ്റർ ചെയ്തു. അടുത്ത വാല്യൂ എൻ്റർ ചെയ്യണം, 8 എന്ന് എൻ്റർ ചെയ്തു. അടുത്ത വാല്യൂ എൻ്റർ ചെയ്യണം, 9 എൻ്റർ ചെയ്തു. ഉണ്ടോ? 10, 3, 8, 9 ആ ലിസ്റ്റിൻ്റെ അകത്ത് തന്നു. ഇനി അത് നേരെ ലൈനിലേക്ക് താഴെ ലിസ്റ്റ് അല്ലാതെ ഓരോന്നായിട്ട് പ്രിൻറ്റ് ചെയ്തു. അതെങ്ങനെയാണെന്ന് നമ്മൾ നോക്കാം. കണ്ടോ? നമ്മൾ ആദ്യം വാല്യൂസ് 4 എൻ്റർ ചെയ്തു. 4 വാല്യൂസ് ഇവിടെ എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് നോക്കാം അതെങ്ങനെയാണ് എന്ന് നോക്കാം. കണ്ടോ? 4 വാല്യൂസ് മാർക്ക് ഈക്വൽ ടു മാർക്ക് എന്ന് പറയുന്ന ഒരു ലിസ്റ്റിൽ ഇപ്പം എലമെൻസുകളൊന്നുമില്ല, എല്ലാം എലമെൻസ് ഒന്നുമില്ല. 0, 0, 0, 0 എന്നുള്ള എലമെൻസാണ്. ദെൻ I ഈക്വൽ ടു 0 വൈൽ I ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. ഇപ്പം 3 എന്ന് പറയുന്നത് ഇതിൻ്റെ ഇൻഡെക്സ് 0th ഇൻഡെക്സ്, ഫസ്റ്റ് ഇൻഡെക്സ്, സെക്കൻഡ് ഇൻഡെക്സ്, തേർഡ് ഇൻഡെക്സ്. അതുകൊണ്ടാണ് ഇവിടെ 3 ഇട്ടത്. മാർക്ക് ഓഫ് I, ഇപ്പോൾ I ഈക്വൽ 0 ആണ്. മാർക്ക് ഓഫ് I, മാർക്ക് 0th ഇൻഡെക്സിലുള്ള ഈ 0th ഇൻഡെക്സിലുള്ള എലമെൻറ്റ് എന്തായി? ഇൻറ്റിജർ ഓഫ് എലമെൻറ്റ് ഇൻറ്റിജർ ഓഫ് ഇൻപുട്ട് എൻ്റർ യുവർ നമ്പർ. ആദ്യത്തെ നമ്പർ നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ അത് ഇൻറ്റിജറായിട്ട് എടുത്തിട്ട് അത് 0th എലമെൻറ്റിലേക്ക് കൊടുക്കും, മാർക്ക് I. ദെൻ I ഈക്വൽ ടു I പ്ലസ് 1I, I പ്ലസ് 1I, I ഈക്വൽ ടു I പ്ലസ് 1. അപ്പോൾ 0 പ്ലസ് 1 1I. അപ്പോൾ ഈ 1ലേക്കുള്ള എലമെൻറ്റാണ് ഇത് കാണുന്നത്. 1ലേക്കുള്ള എലമെൻറ്റാണ് ഇനി കാണേണ്ടത്. അപ്പം 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണ്. അപ്പം മാർക്ക് ഓഫ് 1 അടുത്തത് ഫസ്റ്റ് ഇൻഡെക്സിലുള്ള ആദ്യത്തെ 0th ഇൻഡെക്സ്, ഫസ്റ്റ് ഇൻഡെക്സിലുള്ളത് രണ്ടാമത് പോയി. ദെൻ I ഈക്വൽ ടു I പ്ലസ് 1. അപ്പം സെക്കൻഡ് ഇൻഡെക്സിലേക്കുള്ളത് I ലെസ് ദാൻ 3 ആണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണ്. സെക്കൻഡ് ഇൻഡെക്സിലേക്കുള്ളത് മൂന്നാമത് നമ്മൾ എൻ്റർ ചെയ്യും. അത് കഴിഞ്ഞ് I ഈക്വൽ I പ്ലസ് 1 തേർഡായി, I ഈക്വൽ തേർഡായി. അപ്പോൾ തേർഡ് ഇൻഡെക്സിലേക്കുള്ളത് 3 ലെസ് ദാൻ ഓർ ഈക്വൽ 3 ആണ്. മാർക്ക് ഓഫ് തേർഡ് ഇൻഡെക്സ്, ഈ മാർക്ക് എന്ന് പറയുന്ന ലിസ്റ്റിലെ തേർഡ് ഇൻഡെക്സിലുള്ള എലമെൻ്റാണ് നമ്മൾ ഇനി എൻ്റർ ചെയ്യാൻ പോകുന്നത്. ആ എൻ്റർ ചെയ്യുന്നത് തേർഡ് ഇൻഡെക്സിലേക്ക് പോകും. ഇനി I ഈക്വൽ ടു I പ്ലസ് 1 4I, 4 ലെസ് ദാൻ ഓർ ഈക്വൽ 3 അല്ല. പ്രിൻ്റ് മാർക്ക്, ഈ മാർക്ക് എന്ന് പറയുന്നത് പ്രിൻ്റ് ചെയ്യും. അപ്പം മാർക്ക് എന്ന് പറയുന്നത് പ്രിൻ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ എലമെൻറ്റ്, രണ്ടാമത്തെ എലമെൻറ്റ്, മൂന്നാമത്തെ ആൻഡ് സോ ഓൺ. അപ്പോൾ 0th ഇൻഡെക്സ്, ഫസ്റ്റ് ഇൻഡെക്സ്, സെക്കൻഡ് ഇൻഡെക്സ്, തേർഡ് ഇൻഡെക്സ് വരെ ഉള്ളത് കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ കൊടുത്തത്. ദെൻ അത് താഴെ പ്രിൻറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? I ഈക്വൽ ടു 0 എന്ന് എടുക്കുക. വൈൽ I ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. പ്രിൻ്റ് മാർക്ക് ഓഫ് 0 പ്രിൻ്റ് ചെയ്യും. ആദ്യത്തെ 0യാണ് പ്രിൻ്റ് ചെയ്യുന്നത്. പ്രിൻ്റ് 0th ഇൻഡെക്സിലുള്ള പ്രിൻ്റ് ചെയ്യും. I ഈക്വൽ ടു I പ്ലസ് 1, 2I ഈക്വൽ ടു 1I. അപ്പം പിന്നെ പ്രിൻ്റ് മാർക്ക് ഓഫ് ഫസ്റ്റ് ഇൻഡെക്സിലുള്ളത് പ്രിൻ്റ് ചെയ്യും. അത് കഴിഞ്ഞ് I ഈക്വൽ ടു I പ്ലസ് 1, അപ്പോൾ 2I. അപ്പം പ്രിൻ്റ് 2 സെക്കൻഡ് ഇൻഡെക്സിലുള്ളത് പ്രിൻ്റ് ചെയ്യും. ദെൻ I ഈക്വൽ I പ്ലസ് 1 3I. അപ്പോൾ തേർഡ് ഇൻഡെക്സിലുള്ളത് പ്രിൻ്റ് ചെയ്യും. ഓക്കെ, അതാണ്. നമുക്കൊന്നും കൂടെ റൺ ചെയ്ത് നോക്കാം. എൻ്റർ ദ ആദ്യത്തെ ഇൻഡെക്സിലേക്കുള്ള വാല്യൂ 56 എൻ്റർ ചെയ്തു. അടുത്ത ഇൻഡെക്സിലേക്കുള്ളത് 34 എൻ്റർ ചെയ്തു. അടുത്ത ഇൻഡെക്സിലേക്കുള്ളത് 20. അപ്പോൾ തേർഡ് ഇൻഡെക്സിലേക്കുള്ളത് 18 എൻ്റർ ചെയ്തു. കണ്ടോ? ഫസ്റ്റ് ഇൻഡെക്സ്, സെക്കൻഡ് ഇൻഡെക്സ്, തേർഡ് ഇൻഡെക്സ് അത് ലിസ്റ്റായിട്ട് പ്രിൻ്റ് ചെയ്തു. അതിൽ ഓരോ ഇൻഡെക്സിലുള്ള എലമെൻറ്റ് സെപ്പറേറ്റ് ആയിട്ട് പ്രിൻ്റ് ചെയ്യാൻ നമ്മൾ രണ്ടാമത്തെ ഈ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തത് കൊണ്ടാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തില്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് പ്രിൻ്റ് ചെയ്യൂല. ഇത് സെപ്പറേറ്റ് ആയിട്ട് പ്രിൻ്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റ്സുകളാണ് ഇത്. അത് ലിസ്റ്റായിട്ട് പ്രിൻ്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ആദ്യത്തെ മാർക്ക് എന്ന് പറയുന്ന ലിസ്റ്റിൽ നമ്മൾ അതിലുള്ള എലമെൻറ്റുകളെല്ലാം 0, 0, 0, 0 ആണ്. ഓക്കെ.